ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശ്യാമേ, നീ ഇപ്പൊ എവിടാ? അതൊക്കെ പറയാം. ആദ്യം നീ ഇടതു ഭാഗത്ത് കിടക്കുന്ന ഇടവഴിയിലേക്ക് കയറിക്കോ, വേഗം. ആ വഴി കാറ് വരില്ല, വേഗം ആവട്ടെ. കട്ടയുടെ സൈഡിൽ പിടിച്ചെടുക്കരുത്, പരിചയക്കുറവുണ്ടാ. പതിയെ അതൊക്കെ ശരിയാവും, മാറിക്കോളൂന്നേ. ഇതൊന്നും വേണ്ടായിരുന്നു ചേട്ടാ. ഇന്നത്തെ പണി കഴിഞ്ഞല്ലോ മനോജെ. നാളെ കൈവേന ഉണ്ട്, വരണ്ട. കോൺട്രാക്ടോട് ഞാൻ പറഞ്ഞോളാം. അരെ ഭായ്, ഏക്ക് ഇഞ്ചക്ഷൻ ഫീൽ ചെയ്യലോ. ചേട്ടാ, ഈ മുറിവ് പ്രശ്നമാക്കണ്ട, ഞാൻ നാളെയും പണിക്ക് വരും. ഓ ശരി. പാവം, ഏതോ വലിയ വീട്ടിലെ കൊച്ചനാ. വർഷയെ പിന്തുടരുകയാണല്ലോ. എങ്ങനെയും വർഷയെ വിക്രമിന്റെ കയ്യിൽ രക്ഷപ്പെടുത്തണം. ഹലോ ശ്യാമേ, ഞാനിപ്പോ ഇയാൾ എന്നെ. വർഷയെ പേടിക്കണ്ട, ഞാനെല്ലാം കാണുന്നുണ്ട്. ശ്യാമേ, നീ ഇപ്പൊ എവിടാ? അതൊക്കെ പറയാം. ആദ്യം നീ ഇടതു ഭാഗത്ത് കിടക്കുന്ന ഇടവഴിയിലേക്ക് കയറിക്കോ, വേഗം. ആ വഴി കാറ് വരില്ല, വേഗം ആവട്ടെ.
ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ബേക്കറി പലഹാരങ്ങളോട് രുചി കൂടുമെന്ന് അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പലഹാരങ്ങൾ കഴിക്കാൻ എന്റെ ഹരിതയ്ക്കും കൊതിയുണ്ടാവും. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ. ഇതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് മധുര പലഹാരം മേടിച്ചു കൊടുക്കുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാ. ആ സന്തോഷം ഇപ്പൊ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ചേട്ടാ, ആ എന്താ വേണ്ടത്? ഈ ബേക്കറി സാധനങ്ങളൊക്കെ ഫ്രഷ് അല്ലേ? ചേട്ടാ, ഇവിടെ ഫ്രഷ് സാധനങ്ങളെ കൊടുക്കാറുള്ളൂ. ചേട്ടാ, ഈ ഹൽവയ്ക്ക് എന്താ വില? 400 രൂപ. 1/2 കിലോ എടുത്തു. ആ എടാ, കുറുപ്പ് പറയും, നീ അതങ്ങ് കേട്ടാ മതി. ആ ജില്ലാ പ്രസിഡന്റിനോട് നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. എടാ, അവന്റെയൊക്കെ വായിലെ മുലപ്പാലിന്റെ മണം മാറുന്നതിന് മുന്നേ ഈ കുറുപ്പ്, കരുണാകര കുറുപ്പ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതാ, അറിയാലോ? ആ, നീ അവനെ കാര്യം പറഞ്ഞ മനസ്സിലാക്കി കൊടു. ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ 10 മണിക്ക് കമ്മിറ്റി വിളിക്കാൻ പറ. ഞാൻ പറഞ്ഞു പറടാ. ആ, നീ വെച്ചിട്ട് പോ. കുറുപ്പിനോടാ കളി. ചായ. ഹരിതയും കൊണ്ട് കുടുംബക്ഷേത്രത്തിലൊന്ന് പോണായിരുന്നു. ഈ കുടുംബത്തില് ആദ്യമായിട്ടാ ഒരു കുഞ്ഞ്. ഒരുപാട് നേർച്ചകളുടെ ഫലമാ. മുടക്കം വരുത്താൻ പാടില്ലല്ലോ. നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് അമ്പലത്തിലെത്തിയിരുന്നെങ്കിൽ പൂജകളെല്ലാം. നാളെ എനിക്ക് കമ്മിറ്റിയാ. അമ്പലത്തിലും പള്ളിയിലൊന്നും പോകാൻ പറ്റില്ല. ശ്ശോ.